ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവൻ സ്റ്റോറി ടെല്ലർ 2.0. അപ്പോൾ നമ്മൾ കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന കഥകൾ നിങ്ങൾക്ക് മുന്നിൽ അപ്പോൾ എത്തുകയുള്ളൂ. ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. ചികിത്താന്റെ പ്രണയം പുതിയ ഭാഗം. അവസാന ഭാഗങ്ങളിൽ ദേവൻ ഇഷയെ തട്ടിക്കൊണ്ടു പോകുന്നതും ഒപ്പം അവിടേക്ക് രുദ്രനും വിഷ്ണുവും എത്തുന്നതാണ് കഥ. അപ്പോൾ തുടർന്നാലോ? ദേവൻ ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്ന ഇഷയെ നോക്കി. എന്നിട്ട് സംശയത്തോടെ പുറത്തേക്ക് അവൻ നോക്കി നിൽക്കെ ആ കെട്ടിടത്തിന്റെ മുന്നിലേക്ക് രുദ്രന്റെ കാർ വന്നു നിന്നു. കാർ വന്നു നിന്നതും ദേവന്റെ ആളുകൾ തോക്കുമായി വണ്ടിയെ വളഞ്ഞു. വാഹനത്തിൽ നിന്നും രുദ്രനും വിഷ്ണുവും പുറത്തേക്ക് ഇറങ്ങി. വിഷ്ണു നോക്കി നിൽക്കെ പെട്ടെന്ന് ദേവന്റെ ആളുകൾ അവരെ ബന്ദിയാക്കി. അതെല്ലാം കണ്ടു നിന്ന ദേവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞ് ചിരിയായിരുന്നു നിറഞ്ഞത്. ദേവൻ അവിടെയുള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഇഷയെ പരിഹാസത്തോടെ നോക്കി. ഇഷയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവന്റെ മുഖത്ത് നിറഞ്ഞ ധൈര്യം അത് അവളിൽ സംശയമുണർത്തി. എന്നാൽ അതെന്താണ് എന്ന് തിരിച്ചറിയാൻ അവൾക്ക് നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അവൾ നോക്കി നിൽക്കെ ദേവന്റെ ആളുകൾ രുദ്രനെയും വിഷ്ണുവിനെയും തോക്ക് ചൂണ്ടിക്കൊണ്ട് അകത്തേക്ക് കൊണ്ടുവന്നു. രുദ്രനെ കണ്ടതും ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അവൾക്ക് മാത്രം സ്വന്തമായ കുസൃതി ചിരിയോടെ അവൻ അവളെ നോക്കി കണ്ണുകൾ അടച്ചു കാണിച്ചു. പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന പോലെ ആ റൂമിൽ ഒരു ശബ്ദം നിറഞ്ഞു. രുദ്രൻ വലിയ ഭാവങ്ങൾ ഒന്നുമില്ലാതെ നോക്കി. രുദ്രനും ഇഷയും തമ്മിലുള്ള പ്രണയ സല്ലാപം കൊണ്ട് ദേവൻ അവിടെയുള്ള ഗ്ലാസ് അവൻ നിലത്തേക്ക് എറിഞ്ഞതാണ്. എന്നിട്ട് ദേവൻ രുദ്രനെ നോക്കി അലറി. നീ എന്നെ വേദനിപ്പിച്ച് സ്വന്തമാക്കിയതല്ലേ ഇവളെ? നിനക്കറിയോ ഇവളെന്റെ ആരാണെന്ന്? എന്റെ പ്രണയം. നിന്നെ പോലെ ബലമായി സ്വന്തമാക്കിയതല്ല ഞാൻ. സ്വന്തമാക്കാൻ കഴിയുന്ന അടുത്തുണ്ടായിട്ട് പോലും നോക്കുകയോ ഒന്ന് തൊടുകയോ ചെയ്തിട്ടില്ല. ദേവൻ അലർച്ചയോടെ പറയുന്നത് കേട്ടിട്ട് രുദ്രൻ അണങ്ങിയില്ല. അവൻ അപ്പോഴും ഇഷയെ നോക്കി നിന്നു പ്രണയത്തോടെ. അത് കണ്ടതും ദേവൻ ദേഷ്യത്തോടെ രുദ്രനെ നോക്കി. എന്നിട്ട് നിന്റെ ഈ അധികാരവും അവളുടെ കഴുത്തിൽ നിന്റെ ഈ നോട്ടവും അധികാരം അവളുടെ കഴുത്തിൽ നിന്റെ താലി ഉള്ളതുകൊണ്ടല്ലേ? അതിനി വേണ്ട. നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അത് അവളിൽ നിന്ന് എടുക്കാൻ പോവാ. കണ്ടോ നീ? അത്രയും പറഞ്ഞു രുദ്രനെ നോക്കി പരിഹാസത്തോടെയും ദേഷ്യത്തോടെയും ദേവൻ ഇഷയുടെ നേരെ പാഞ്ഞിരുന്നു. അവന്റെ ലക്ഷ്യം തന്റെ താലിയിലാണ് എന്ന് തോന്നിയതും ഇഷ ഭയത്തോടെ രുദ്രനെ നോക്കി. പക്ഷെ അപ്പോഴേക്കും അവളുടെ കഴുത്തിലെ താലിയിലേക്ക് തൊടാനായി കൈയെടുത്തതും പെട്ടെന്നാണ് ദേവനെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ തലയിലേക്ക് ഒരു ഗണ്ണ് വന്നു നിന്നത്. ദേവൻ പെട്ടെന്ന് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവൻ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ. കാരണം അവൻ കണ്ടത് തന്റെ കൂട്ടാളികളെ എന്ന് അവൻ വിശ്വസിച്ച ആളുകൾ എല്ലാം തന്നെ അവന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് കൈ കെട്ടി നിൽക്കുന്ന രുദ്രന്റെയും വിഷ്ണുവിനെയും ചുറ്റും കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അവനെ ബന്ദിയാക്കിയ പോലെ നിന്ന ദേവന്റെ ആളുകൾ ഇപ്പോൾ അവരുടെ മുന്നിൽ അവനെ സംരക്ഷിച്ചുകൊണ്ട് എന്ന പോലെ ദേവന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നു. ഒപ്പം സഹോദരന് നേരെ ഒരുവനും. പക്ഷെ ആ കാഴ്ച ദേവനിൽ വല്ലാത്ത നടുക്കം സൃഷ്ടിച്ചു. തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ നേരെയാണ് തോക്ക്. ഒരു പക്ഷേ ആ തോക്ക് തനിക്ക് നേരെ ആയിരുന്നു എങ്കിൽ പോലും താൻ ഭയപ്പെടില്ലായിരുന്നു എന്ന് ദേവൻ ഓർത്തു. അതേസമയം ഞെട്ടി നിൽക്കുന്ന ദേവനെ നോക്കിയിട്ട് രുദ്രൻ പതിയെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, നീ എന്റെ നാട്ടിൽ വന്ന് എനിക്കിട്ടുണ്ടാക്കാൻ നോക്കുന്നു? നീ ഇവിടെ എനിക്ക് വല വിരിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്കുള്ള കുഴി തയ്യാറാക്കിയിരുന്നു. നീ ആരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായ നിമിഷം മുതൽ നിന്റെ പുറകെ ഞാനുണ്ടായിരുന്നു. കാരണം നീ ചെയ്യുന്നതിന് കുറേ നിമിഷം മുൻപേ തന്നെ ഞാൻ നിനക്കുള്ള പണി തുടങ്ങിയിരിക്കും. പക്ഷെ ജാനു, അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ജാനുയുടെ കാര്യം പറഞ്ഞതും രുദ്രന്റെ സൗണ്ട് ഇടറിപ്പോയി. ദേവൻ പക്ഷെ രുദ്രന്റെ മുഖത്തെ വേദന കണ്ടതും അതിനെ ആസ്വദിക്കുന്നത് പോലെ
പറഞ്ഞു. അവളെപ്പോലുള്ളവൾക്ക് അങ്ങനെ സംഭവിക്കും. അതിന് എന്നോട് പറഞ്ഞിട്ടെന്താ? ദേവൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് രുദ്രന്റെ കൈകൾ അവന്റെ ശരീരത്ത് വീണിരുന്നു. അവൻ ദേവനെ ചവിട്ടി നിലത്തിട്ട് ശരിക്കും ചവിട്ടി. പക്ഷെ വേദന കൊണ്ട് പൊളഞ്ഞു നിൽക്കുമ്പോഴും ദേവനിലെ ചിരി കണ്ടതും രുദ്രൻ ഒരു നിമിഷം നിന്നു. എന്നിട്ട് പതിയെ തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കി. അതിന്റെ അർത്ഥം അവന് മനസ്സിലായിരുന്നു. വിഷ്ണു അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് എന്തോ നിർദ്ദേശം നൽകി. എന്നാൽ അതൊന്നും മനസ്സിലാകാതെ രുദ്രന്റെ ചവിട്ട് കൊണ്ട് നിലത്ത് കിടക്കുന്നവനെ ചിരി മാറാൻ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരുവൻ അവന്റെ ചേട്ടന്റെ കാലിലേക്ക് നിറയൊഴിച്ചു. മിണ്ടാൻ പോലും കഴിയാത്ത തന്റെ ചേട്ടന്റെ ഞെരുക്കത്തോടെയുള്ള കരച്ചിൽ കേട്ടതും ദേവൻ നോ ദേവൻ അലറി. ചെയ്യരുത്, അത് ചെയ്യരുത്, ചേട്ടനെ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് എന്നോടാണ്, ചേട്ടനൊന്നും ചെയ്തിട്ടില്ല, ചേട്ടനെ ഒന്നും ചെയ്യരുത് എന്ന് അലറിക്കൊണ്ട് അവൻ സഹോദരന്റെ അടുത്തേക്ക് പാഞ്ഞു. അത്രയും നേരം ഒരു ക്രൂരനെ പോലെ നിന്ന ദേവൻ തന്റെ ചേട്ടനെ വേദനിച്ചപ്പോൾ അവൻ ഒറ്റ നിമിഷം കൊണ്ട് മറ്റൊരാളായി മാറിയിരുന്നു. ഓടിച്ചെന്ന് ചേട്ടന്റെ കാലിൽ തൊട്ടുകൊണ്ട് ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഇതേ സമയം ഇഷയെ കസേരയിൽ നിന്നും വിഷ്ണു മോചിപ്പിച്ചുകൊണ്ട് രുദ്രന്റെ അടുത്തേക്ക് വന്നു. അടുത്തു വന്ന ഇഷ ദേവനെ ഒരു വല്ലായ്മയോടെ നോക്കി. അവൻ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെയോ രുദ്രനെ നോക്കി അവൻ അലറിക്കൊണ്ടിരുന്നു. എന്നിട്ട് എഴുന്നേറ്റ് രുദ്രനെ നോക്കിക്കൊണ്ട്, രുദ്ര, നീ ഒറ്റയ്ക്ക് വാ. നീ എന്നോട് കാണിക്കുന്ന നിന്റെ ധൈര്യമല്ലാതെ എന്റെ കൂടെ നിൽക്കുന്നവരെ ചതിയിൽ കാണിക്കുന്നതല്ല ആണത്തം. ദേവൻ പുച്ഛം നിറഞ്ഞ് ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു. എന്നിട്ട് രുദ്രനെ നോക്കി വാട എന്ന രീതിയിൽ തലയാട്ടി. രുദ്രൻ മുന്നോട്ട് പോകാൻ തുടങ്ങിയത് ഇഷ അറിയാതെ അവന്റെ കൈകളിൽ തന്റെ കൈ മുറുക്കി. രുദ്രൻ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. എന്നിട്ട് ചിരിയോടെ അവളെ വിഷ്ണുവിന്റെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് ദേവന്റെ നേരെ ചെന്നു. രുദ്രൻ വരുന്നത് കണ്ട ദേവൻ ആദ്യം തന്നെ അവന്റെ നേരെ പഞ്ച് ചെയ്യാൻ തുടങ്ങിയതും രുദ്രൻ നിസ്സാരമായി അതിനെ തടഞ്ഞു. ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ദേവന് രുദ്രന്റെ ബലം മനസ്സിലായി. പക്ഷെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്നതുപോലെ ദേവൻ രുദ്രനെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ ദേവൻ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല തോൽപ്പിക്കുക എന്നത്. ദേവൻ തന്റെ സർവ്വശക്തി എടുത്ത് രുദ്രന് നേരെ പ്രഹരിക്കാൻ ശ്രമിച്ചിട്ടും അതിനെയെല്ലാം നിസ്സാരമായി രുദ്രൻ തടഞ്ഞു. എന്നിരുന്നാലും തളർന്നു വീഴുന്നത് വരെ ദേവൻ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ദേവൻ തളർന്നു എന്ന് മനസ്സിലായ നിമിഷം മുതൽ രുദ്രൻ അവനെ നല്ല രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങി. അവസാനം ചോര തുപ്പി ദേവൻ തളർന്ന് താഴേക്ക് വീഴുന്നത് വരെ രുദ്രൻ തന്റെ കൈ മാറ്റിയില്ല. അവൻ നിലത്ത് വീണ് ചോരയിൽ കുളിച്ചിട്ടും രുദ്രന് അവനോടുള്ള പകയിൽ പിന്നെയും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു, ഒരു ചെകുത്താന്റെ ഭാവത്തോടെ. രുദ്രന്റെ ഭാവം കണ്ടതും വിഷ്ണുവിന് വല്ലാത്തൊരു പിടച്ചിലുണ്ടായി. അവൻ വേഗം അടുത്തേക്ക് ചെന്ന് രുദ്രനെ അവനെ ബലമായി പിടിച്ചു മാറ്റാൻ തുടങ്ങി. എന്നാലും വിഷ്ണുവിന്റെ കയ്യിൽ രുദ്രൻ അടങ്ങുന്നില്ലായിരുന്നു. അവൻ അലർച്ചയോടെ ദേവന് നേരെ പിന്നെയും ചെല്ലാൻ തുടങ്ങി. പക്ഷെ വിഷ്ണു രുദ്രനെ ബലമായി ഭിത്തിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ വേണ്ട. ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായതുപോലെ രുദ്രൻ പതിയെ തലയാട്ടിക്കൊണ്ട് ഇഷയെ നോക്കി. അവളുടെ മുഖഭാവത്തു നിന്ന് തന്നെ അവൾ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട് എന്ന് രുദ്രന് മനസ്സിലായി. ഇഷയുടെ ഭാവം കണ്ടതും രുദ്രൻ പെട്ടെന്ന് അവൾക്കരികിലേക്ക് വന്ന് അവളെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പുറത്ത് തട്ടിക്കൊടുത്തു. എന്നിട്ട് വിഷ്ണുവിനെ നോക്കി. രുദ്രൻ ഇഷയുമായി പുറത്തേക്ക് പോയി. രുദ്രൻ എന്താണോ ഉദ്ദേശിച്ചതെന്ന് വിഷ്ണുവിന് മനസ്സിലായിരുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞതും വിഷ്ണു പുറത്തേക്ക് വന്നു. അതേസമയം അവനെ കാത്ത് ഇഷയും രുദ്രനും കാർ തന്നെ ഉണ്ടായിരുന്നു. വിഷ്ണു പുറത്തേക്ക് വരുന്നത് കണ്ടതും കാർ ഓൺ ചെയ്തു. രുദ്രൻ വിഷ്ണു വേഗം ചെന്ന് കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. ഒപ്പം പുറകിലെ സീറ്റിലിരിക്കുന്ന ഇഷയെ നോക്കി. അവൾ വല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഒന്നും അവളോട് ചോദിക്കാനോ പറയാനോ ആരും നിന്നില്ല. വണ്ടി അവിടെ നിന്നെടുത്ത് കുറച്ച് സമയങ്ങൾ കണ്ടതും വണ്ടി നന്ദിവനത്തിലെത്തി. ഇഷയെ തൻ്റെ റൂമിലെത്തിച്ച് റെഡിയാകാൻ വേണ്ടി പറഞ്ഞ് ഒപ്പം താൻ വേഗം വരാമെന്ന് പറഞ്ഞ് രുദ്രൻ വേഗം പുറത്തേക്ക് പോയി.
ഇഷയ്ക്ക് അവൻ തനിക്കരികിൽ വേണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഓർത്തതും ഇഷ പതിയെ തലയാട്ടി. അങ്ങനെ സമയം കടന്നുപോയി. ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയാണ്. നന്ദിവനത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് അവൾക്ക് ചിതയൊരുക്കി. ലളിതയുടെ കരച്ചിൽ അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. കണ്ണീരോടെ ജയൻ തന്റെ മകളുടെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ അയാൾ വല്ലാതെ വിതുമ്പിപ്പോയി. അതറിഞ്ഞതുപോലെ ജഗത് തന്റെ അച്ഛനെ ചേർത്ത് പിടിച്ച് കണ്ണീരോടെ തന്റെ സഹോദരിയുടെ ചിതയിലേക്ക് നോക്കി. അതിൽ കത്തിത്തീരുന്ന ജാനകിയെ ഓർത്തതും അവന്റെ നെഞ്ചു വല്ലാതെ വെങ്ങി. അവന്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, താൻ ഒരു നല്ല സഹോദരനായിരുന്നു എങ്കിൽ ഒരു പക്ഷേ തന്റെ സഹോദരിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ആ ഓർമ്മയിൽ അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് ഭൂമിയിൽ പതിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ചു ദൂരെ ഇഷയെ ചേർത്ത് പിടിച്ച് രുദ്രൻ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു തന്റെ അനുജത്തിക്ക് വേണ്ടി, ഒപ്പം സമാധാനവും. അവളെ ഇല്ലാതെയാക്കിയത് അവളുടെ ചിത കത്തുന്നതിന് മുമ്പ് തന്നെ തട്ടിക്ക് ഭക്ഷണമായി എന്ന സമാധാനം. തുടരുന്നു. ആക്ച്വലി ഞാൻ ഭയങ്കര ബിസിയായിരുന്നു. ഞാൻ 6 മണി, ഒരു 6 മണിയായപ്പോഴാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പം വേഗം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാണ്. ഇന്നലെ മുതൽ എനിക്ക് മെസ്സേജ് ഉള്ളതുകൊണ്ട് അപ്പോൾ സ്റ്റോറി എഴുതിയതിൽ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ കഥ വായിക്കുന്നതിൽ അത് ക്ലിയർ ആണ്. സോറി ടു ആൾ. അപ്പോൾ നാളെ വരാം. അത്ര തിരക്കായതുകൊണ്ടാട്ടോ, ക്ഷമിക്കണേ. അപ്പം നാളെ വരാം അടുത്ത കഥയുമായി. തുടരുന്നു.